ഇന്നത്തെ യാത്ര വാഗമണിലേക്കാണ്. ഒരുപാട് വീഡിയോകൾ കണ്ടറിഞ്ഞ സ്ഥലമാണ് വാഗമൺ. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുവാൻ തീരുമാനിച്ചത്. വൈകുന്നേരം 4 മണിയായി കാണും. ഞങ്ങൾ യാത്ര തുടർന്നു. ഇടയ്ക്കൊരു ചായയും കുടിച്ചു. കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിട്ട് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. വാഗമണിൻ്റെ പ്രകൃതി സൗന്ദര്യം വളരെ പ്രശസ്തമാണ്. നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദ കേന്ദ്രങ്ങളിലൊന്നാണ് വാഗമൺ. മലയിടുക്കിലൂടെ ഒഴുകുന്ന നീർച്ചാലുകൾ, തേയിലത്തോട്ടങ്ങൾ, പൈൻ മരങ്ങൾ, ഇവിടെ നീലാകാശവും വളർന്നു നിൽക്കുന്ന റംബൂട്ടാൻ മരങ്ങളും പുൽത്തകിടികളും കോടമഞ്ഞും ഷോളയാർ മലനിരകളും കാണുവാൻ വളരെ മനോഹരമാണ്. മലമ്പാതയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഒരു സൈഡിൽ കൊക്കയും മറു സൈഡിൽ അരിച്ചിറങ്ങുന്ന കോടമഞ്ഞും കാണുവാൻ വളരെ മനോഹരമാണ്. ഏറ്റവും മുകളിൽ എത്തിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി. അതിനാൽ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങുവാൻ സാധിച്ചില്ല. കനത്ത മഴയായതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങേണ്ടി വന്നു. തങ്ങൾപ്പാറ, കുരിശുമല, മുരുകൻമല എന്നീ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് വാഗമൺ. ഇവ മൂന്നും തീർത്ഥാടക പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. ഒരു കാലത്ത് വാഗമൺ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയായിരുന്നു. ഇൻഡോ സ്വിസ് പ്രോജക്റ്റിൻ്റെ കന്നുകാലി കേന്ദ്രം മാത്രമായിരുന്നു ഇവിടം. വിനോദസഞ്ചാര മാപ്പിൽ വാഗമൺ സ്ഥാനം പിടിച്ചതോടുകൂടി ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കായി. പിന്മരക്കാടുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വിശ്രമ കേന്ദ്രമാണ്. ഇവിടെയുണ്ടായിരുന്ന പഴയ കെട്ടിടങ്ങളൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നു. മേഞ്ഞു നടക്കുന്ന കന്നുകാലികളും തേയിലത്തോട്ടങ്ങളും വളർന്നു നിൽക്കുന്ന പൈനാപ്പിൾ ചെടികളുമൊക്കെ നമുക്ക് കാറിലിരുന്ന് തന്നെ കാണേണ്ടി വന്നു. അങ്ങനെ യാത്ര അവസാനിപ്പിച്ച് തിരികെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. Thank you for watching. Like, share and subscribe.